ഹായ്, എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ +2 സംസ്കൃതം യൂണിറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ 4 ഭാഗമായിട്ടാണ് ഉണ്ടാവുക. ഇതിൽ 4 ഭാഗങ്ങളിലുമായിട്ട് നിങ്ങൾക്ക് ഓരോ യൂണിറ്റിലെയും ചാപ്റ്റർ വളരെ വേഗം, ഒരുപാട് നീട്ടാതെ, വളരെ ചുരുക്കി എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരാണ്. അപ്പോൾ ശ്ലോകം, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷനും ഞാൻ പറയാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഗീതഗോവിന്ദം എന്ന ജഗന്നാഥ കവി എഴുതിയിട്ടുള്ള എന്താ പറയുക, ഗീതഗോവിന്ദത്തിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം: ആവാസോ വിപിനായതേ പ്രിയസഖി മാലാപി ജാലായതേ താപോപി ശ്വസിതേന ദാവദഹന ജ്വാലാ കലാപായത്തെ സാപിത്വദ്വിരഹേണ ഹന്തഹരിണീരൂപായത്തെ ഹാ കഥം കന്ദർപ്പോപി യമായത്തെ വിരജയൻ ഛാർദൂല വിക്രീഡിതം എന്നാണ് ഇതിൽ ആദ്യത്തെ ശ്ലോകമായിട്ട് വരുന്നത്. ആ ശ്ലോകത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: അല്ലയോ കേശവ, അങ്ങയുടെ വിരഹത്താൽ വാസസ്ഥാനം കാടായിട്ടും പ്രിയസഹികളുടെ കൂട്ടം വലയായിട്ടും വിശ്വാസവായുവിലെ ചൂട് കാട്ടുതീയായിട്ടും അവൾ നിന്റെ വിരഹത്താൽ മാൻപേടയെപ്പോലെയും തോന്നിച്ചു. ഹാ കഷ്ടം, എന്ത് കാമദേവൻ പോലും പുലിയെപ്പോലെ അവളെ ആക്രമിക്കുന്ന യമനായും തോന്നിച്ചു എന്നർത്ഥം. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ശ്ലോകം: സ്തനവിനിഹിതമപി ഹാരമുദാരം സാ മനുതേ കൃഷതനുരിവ ഭാരം രാധിക തവ വിരഹേ കേശവ എന്ന്. ഇവിടെ എന്താണ് രാധികയുടെ അവസ്ഥ? കേശവൻ്റെ വിരഹത്താൽ രാധിക എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് പറയാണ്. കൃഷ്ണനുമായുള്ള വിരഹത്താൽ കൃശഗാത്രയായ രാധികയ്ക്ക് സഖിമാരാൽ നിർബന്ധപൂർവം മാരടത്തിൽ അണിയിക്കപ്പെട്ട മാല പോലും അത്യധികം ഭാരമുള്ളതായിട്ടാണ് അവൾ കാണുന്നത്, അവൾ സങ്കല്പിക്കുന്നതെന്നർത്ഥം. സരസമസൃണമപി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം. എന്താണ്? അല്ലയോ കേശവ, ആ രാധിക അങ്ങയുടെ വിരഹത്താൽ ഉഷ്ണ നിവാരണത്തിനായി ശരീരത്തിൽ ജലത്തിൽ കുഴച്ച് ചാലിച്ച് പുരട്ടിയ ചന്ദനം പോലും വിഷമെന്ന പോലെ ശങ്കയോട് നോക്കുന്നു. അതായത് ശരീരം ചൂടാവുമ്പോൾ അതിനെ തണുപ്പിക്കാൻ തേച്ച ശുദ്ധമായ ചന്ദനം, ആ ചന്ദനം പോലും എന്താണ് രാധയ്ക്ക് അങ്ങയുടെ വിരഹത്താൽ വിഷമായി തോന്നുകയാണ്. ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം എന്നാണ് അടുത്ത ശ്ലോകം പറയുന്നത്. ആ ശ്ലോകത്തിൽ എന്താ ആശയം പറയുന്നത്? കൃഷ്ണനുമായുള്ള വിരഹത്താൽ ആ രാധയ്ക്ക് അതുല്യമായ വ്യാപ്തിയോടു കൂടിയ അവളുടെ നിശ്വാസവായു കാമ അഗ്നി പോലെ ദാഹത്തോടു കൂടി തോന്നിക്കുന്നു എന്നർത്ഥം. എന്താണ്? കൃഷ്ണവിരഹത്തിൻ്റെ അത്രയും വലിയ പാരമ്യതയിലാണ് രാധ ഉള്ളത് എന്ന് പറയാണ്. ദിശി ദിശി കിരതി സജല കണജാലം നയന നളിനമിവ വികളിത നാളം. എന്താണ് ഇവിടെ ഈ കാവ്യത്തിൽ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നോക്കാം ആശയം. ആ രാധയാകട്ടെ കണ്ണീരോടു കൂടിയ അവളുടെ താമരക്കണ്ണുകൾ തണ്ടൊടിഞ്ഞ താമരപ്പൂ പോലെ എല്ലാ ദിക്കിലും കൃഷ്ണനെ തിരയുന്നു എന്നർത്ഥം. എല്ലാ ഭാഗത്തും ഭഗവാൻ കൃഷ്ണനുണ്ടോ എന്ന് നോക്കുകയാണ്. നയന വിഷയമപി കിസലയതൽപ്പം കലയതി വിഹിത ഹുദാശന കൽപ്പം. ഇപ്പം എന്താണ് അടുത്ത ശ്ലോകത്തിൽ എന്താണ് അവിടെ അവസ്ഥ പറയുന്നത് രാധയുടെ? നോക്കാം. പാടലവർണ്ണത്തോടു കൂടിയ തളിരില കൊണ്ട് ഉണ്ടാക്കപ്പെട്ട കിടക്ക കേശവനുമായുള്ള വിരഹത്താൽ അഗ്നി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കിടക്ക പോലെ കണക്കാക്കുന്നു. തളിരിലയ്ക്കും അഗ്നിക്കും ചുവപ്പ് നിറമാണ് ഉള്ളത് എന്ന് പറയുകയാണ്. ഓക്കെ, അടുത്ത ശ്ലോകം: ത്യജതിന പാണി തലേന കപോലം ബാലശശിനമിവ സായമലോലം എന്നാണ് ഇവിടെ കവി പാടിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ആ രാധ പകൽ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി രാത്രിയെ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്നറിയാതെ കവിൾത്തടത്തിൽ കൈവച്ച് സന്ധ്യാസമയത്ത് ചിന്തിക്കുന്നു. സന്ധ്യാസമയം ജനിപ്പിക്കുന്നതാണ്, അതായത് സന്ധ്യാസമയം എന്താണ്? വിരഹത്തെ ജനിപ്പിക്കുന്നതാണ്. കവിൾത്തടം കൈകൊണ്ട് വിരഹത്തെ മറച്ചതുകൊണ്ട് ബാലചന്ദ്രനുമായി ഉപമിക്കുന്നു. അതായത് പകുതി അർദ്ധചന്ദ്രൻ, അപ്പോൾ അർദ്ധചന്ദ്രനായിട്ട് മുഖം ഇങ്ങനെ മറച്ചത് കൊണ്ട് എന്താണ്? അർദ്ധചന്ദ്രനായിരിക്കുന്ന വിരഹത്തെ മറക്കിയാണ് എന്ന് തോന്നുമാറ് അർദ്ധചന്ദ്രനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണമേവ നികാമം മരണേവ ഹി കാമം. എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവർ ആസന്ന മരണരായി വിഷ്ണുപദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഹരിഹരി എന്ന് ജപിക്കുന്നു. രാധ എങ്ങനെയാണ്? വിരഹ ദുഃഖത്താൽ മരണാസന്നയെപ്പോലെ യഥേഷ്ടം ഹരിഹരി എന്ന് കാമലോലുപിയായി ജപിക്കുന്നു. വരും ജന്മത്തിലെങ്കിലും കൃഷ്ണനെ ഭർത്താവായി ലഭിക്കുന്നതിന് സാഭിലാഷം വിഷ്ണുനാമം ജപിക്കുന്നു. കാമത്തിൻ്റെ 10 അവസ്ഥകളിൽ 10ാമത്തെ അവസ്ഥയാണ് മരണം എന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ഈ പാഠം. അടുത്ത ഒരു ശ്ലോകം കൂടെ ഉണ്ട്. ശ്രീ ജയദേവ ഭണിതമിതം ഗീതം സുഖയതു കേശവ പദം ഉപനീതം. ഈ അഷ്ടപതിയുടെ എല്ലാ പദങ്ങളുടെയും അവസാനം ഇങ്ങനെയാണ് എഴുതിയ ജയദേവരാണെന്ന് പറയുന്നത്. ശ്രീ ജയദേവനാൽ വിരചിതവും
മോക്ഷദായകവുമായ ഈ ഗീതം ശ്രോതാക്കളെയും ഗായകരെയും സുഖിപ്പിക്കട്ടെ, അവർക്ക് സുഖത്തെ ഉളവാക്കട്ടെ, നന്മ നൽകട്ടെ എന്ന് പറയാണ്. അടുത്തത് വ്രജഹരിതം എന്ന പാഠമാണ്. മഹാഭാരതത്തിലെ ഒരു കഥ, ആ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള പാഠഭാഗമാണ്. നിങ്ങൾക്കറിയാം, വൃക്ഷം, ആ വൃക്ഷത്തിൽ വസിക്കുന്ന കിളികൾ എന്താണ്, ആ കിളികൾ എന്താ പറയുക, വൃക്ഷം ഇപ്പോൾ ശോഷിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പം മറ്റെല്ലാ കിളികളും ആ വൃക്ഷത്തെ വിട്ടു പോകുന്നു. അപ്പം എന്താണ്, ഈ കിളി മാത്രം തൻ്റെ ആ കഥ മുഴുവൻ ഓർത്തെടുക്കുകയാണ്. എങ്ങനെയൊക്കെയായിരുന്നു ഈ വൃക്ഷം തങ്ങളെ പരിപാലിച്ചത്. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, നമ്മളതിനെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. ഒരു കാലത്ത് ഞങ്ങൾക്കൊരു അപകടം വന്നു, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എന്താണ്, ഒരു നാഗം വന്നുവെന്നും എന്താണ്, ആ നാഗത്തെ ഒരു വേടൻ വന്നുവെന്നും, ആ വേടൻ വന്നുവെന്നും, ആ വേടൻ്റെ കയ്യിൽ നിന്നും പക്ഷികളെ രക്ഷിക്കാൻ വേണ്ടി ഇത് വന്ന് പൊട്ടി വീഴുന്ന കഥ, കൺഫ്യൂഷനായി പോയതാണ് ഞാൻ. എന്താ പറയുക, വേടൻ വന്ന് ധാന്യമണികൾ വിതറിയതും, ആ സമയത്ത് എന്താണ്, വൃക്ഷത്തിൻ്റെ ഒരു ഉണങ്ങിയ കൊമ്പ് ആ വേടൻ്റെ ശിരസിലേക്ക് പതിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ആ വൃക്ഷരാജാവ് നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് ഈ അവസ്ഥയിൽ ആ വൃക്ഷത്തെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല. പിന്നെന്താണ്, ആ വേടൻ രണ്ടാമത് എന്താ പറയുക, ഇങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി അമ്പെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഞാനൊരിക്കൽ ആ വേടൻ ലക്ഷ്യമായി തീർന്നു. ആ സമയത്ത് എന്താണ്, വൃക്ഷത്തിൻ്റെ അടുത്തുള്ളൊരു പാമ്പ് വന്നിട്ട് ആ വേടൻ്റെ കാലിൽ കൊത്തുകയും ആ വിഷം പുരട്ടിയ അമ്പ് നേരെ വൃക്ഷത്തിൽ വന്ന് തറയ്ക്കുകയും എന്നാണ്, അതിനുശേഷം വൃക്ഷം ശോഷിച്ചു പോവുകയും ചെയ്തു. എന്തൊക്കെയായാലും ഞാൻ ഈ വൃക്ഷത്തെ വിട്ട് ഒരിക്കലും പോവുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവസാനം എന്താണ്, നമ്മുടെ വൃക്ഷത്തിൻ്റെ പ്രകൃതിയുടെ മാതാവ്, പ്രപഞ്ച മാതാവ് വന്ന് ഇവളെ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ആ വൃക്ഷത്തെയും അനുഗ്രഹിക്കുന്നു. അതിലൂടെ എന്താണ്, ആ വൃക്ഷത്തിന് പഴയ പോലെ സമ്പൽ സമൃദ്ധമായിട്ടൊരു കാലം തിരിച്ചു വരികയാണ്. മേഘങ്ങൾ വീശുന്നു, കാറ്റ് വീശി, തണുത്ത കാറ്റ് വീശി മഴ പെയ്തു. അതിലൂടെ എന്താണ്, അമൃതം വർഷിച്ചു. അതിലൂടെ വൃക്ഷങ്ങൾ പഴയ പോലെ പുഷ്പിച്ച് കായ്ച്ചു എന്നാണ് അർത്ഥം. അപ്പം അതാണ്, അങ്ങനെ വിലസതു ഹരിതാഭാം ലോകഭൂത്യൈ നിതാന്തം എന്ന് പറഞ്ഞുകൊണ്ട് ആ പാഠഭാഗം ഇവിടെ എന്താ പറയുക, അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ ഭവിഷ്യേ തവ എന്ന പടകഥയാണ്. അതിൽ ഈ ഓരോ സിനിമാക്കാരുടെയും സിനിമയും സംസ്കൃത സിനിമകളും അതിൻ്റെ സംവിധായകനും ഇറങ്ങിയ വർഷവുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സിനിമ ആദി ശങ്കരാചാര്യ ആണ്. സംവിധാനം ചെയ്തിട്ടുള്ളത് GV അയ്യരാണ്. 1983 ആ സിനിമ ഇറങ്ങുന്നത്. ഇവിടെ എന്താണ്, പുത്രോ രക്ഷതി എന്ന നിധീഷ് ഗോപിയുടെ ഒരു സിനിമ, അതിനെപ്പറ്റിയാണ് പടകഥ. ഭവിഷ്യേ തവ എന്നാണ് ഇതിൽ പടകഥ. അറിയാമല്ലോ, നിങ്ങൾക്ക് കഥയൊക്കെ അറിയാം. ഓരോ രംഗം, അതിൻ്റെ ആവിഷ്കാരണം പറയുന്നുണ്ട്. ആദ്യത്തെ സീൻ എന്താണ്, ഇവന് അമ്മയെ കൊണ്ടാക്കുകയാണ്, ഇവിടെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു പടകഥ എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാലോ. കഥാപാത്രങ്ങളായിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ ആദ്യം എഴുതണം. സീൻ എവിടെയാണ്, സംഭാഷണം എവിടെയാണ്, എന്താണ് സംഭാഷണം, ആ വിനിമയം എന്താണ്, ഛായാഗ്രാഹി എവിടെയാണ്, സമീപത്താണോ ദൂരെയാണോ എന്നുള്ള കാര്യങ്ങൾ, സീനിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ രംഗവിവരണത്തിലും, സംഭാഷണം നടുക്കത്തെ കള്ളിയിലും, വിനിമയ ഛായാഗ്രാഹി എവിടെയാണെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ മരുമകളുടെ കൂടെ എന്താണ്, അമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിൽ വിടുകയാണ്. അപ്പോൾ അവിടെ റൂമിൽ ഫാന് വെക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ മരുമകൾ പറയും, എന്തിനാണ് ഇപ്പോൾ ഇവർക്ക് ഇത്ര വയസ്സായി, ഇനിയിപ്പോൾ എന്തിനാണ് ഫാന്, എത്ര കാലം ഇവർ ജീവിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ആ സ്ത്രീ, അതായത് ആ വൃദ്ധസദനത്തിൻ്റെ കെയർടേക്കർ വന്നിട്ട് പറയാണ്, നിനക്കും ഭവിഷ്യത്തവ, നാളെ നിൻ്റെ മകൻ നിന്നെ ഇവിടെ കൊണ്ടുവിടുന്ന സമയത്ത് എന്താണ്, നിനക്കും ഇതാവശ്യമായി വരും എന്ന് പറയുകയാണ്. അങ്ങനെ എന്താണ്, അയാൾ സങ്കടത്തോടു കൂടി വളരെ ഡിസ്റ്റർബ്ഡായിട്ട് എന്ത് ചെയ്യാണ്, ആ കാറിലേക്ക് കയറി അയാളുടെ മുഖം കർച്ചീഫ് കൊണ്ട് തുടക്കുകയാണ്. ഭവിഷ്യത്തവ എന്നത് ഇങ്ങനെ അയാളുടെ ഇതിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ എന്താണ്, ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പം നല്ലൊരു മെസ്സേജാണ് ഈ ചാപ്റ്റർ നമുക്ക് നൽകുന്നത്. ഒരിക്കലും എന്താണ്, നമ്മുടെ മാതാപിതാക്കളെ എന്ത് കാരണം കൊണ്ടും ഉപേക്ഷിക്കാൻ പാടുകയില്ല എന്നൊരു മെസ്സേജാണ് നമുക്ക് ഈ ചാപ്റ്റർ തരുന്നത്. അപ്പോൾ അതിലൂടെ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ഏകകം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഏകകമായിട്ട് വീണ്ടും കാണാം. നമസ്തേ.